നീർമാതള പൂവിനുള്ളിൽ നീഹാരമായി വീണ കാലം നീലാംബരി രാഗമായി താനേ വളർന്ന നവനീതം. ഇതാണ് നീർമാതളപ്പൂക്കൾ. മാധവിക്കുട്ടി നമുക്ക് പരിചയപ്പെടുത്തിയ നീർമാതളം. പയ്യന്നൂർ കാറമേൽ കുറിഞ്ഞി റോഡിൽ നീർമാതളം പൂത്തു നിൽക്കുകയാണ്. നീർമാതളം പൂത്തകാലം എന്ന മാധവിക്കുട്ടിയുടെ ഓർമ്മക്കുറിപ്പുകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ആ മനോഹര ചിത്രം പയ്യന്നൂർ തായ്നേരിയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. തായ്നേരിയിലെ കളരിക്ക് സമീപം സതീശന്റെ പറമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന നീർമാതളം ആമി എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരിയെയും അവരുടെ നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തെയും വായനക്കാരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണയായി വേനൽക്കാലത്തിന്റെ വരവറിയിച്ചാണ് നീർമാതളം പൂക്കാറുള്ളത്. ഇളം പച്ചയും വെള്ളയും കലർന്ന പൂക്കളുടെ നനുത്ത ഗന്ധം ഇപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷത്തിലും പടരുന്നു. മാധവിക്കുട്ടിയുടെ രചനകളിൽ നീർമാതളം വെറുമൊരു വൃക്ഷമല്ല, മറിച്ച് ബാല്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു. അന്ന് നീർമാതളം പൂത്തു നിൽക്കുകയായിരുന്നു. അതിന്റെ മണം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ഈ വരികൾ നെഞ്ചിലേറ്റിയ നാട്ടുകാർക്കും യാത്രക്കാർക്കും തായ്നേരിയിലെ ഈ കാഴ്ച ഒരു അപൂർവ അനുഭൂതിയാവുകയാണ്. അപ്പോൾ ഇത് പൂത്ത സമയത്ത് പലരും വന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ സൗന്ദര്യം മനസ്സിലായത്. ഇതെന്നാ സംഭവം തന്നെ മനസ്സിലായത്, അതുവരെ നമുക്കറിയില്ല. അപ്പോൾ അച്ഛൻ അന്നേരം കിടപ്പിലായി. 2 പ്രാവശ്യം പൂത്തു. അപ്പോൾ ആൾക്കാർ വന്ന് വരുമ്പോൾ ഇതിൻ്റെ നിർമ്മാതാവാണ് ഇതിൻ്റെ സൗന്ദര്യം മനസ്സിലാകുന്നത്. പുസ്തകത്താളുകളിൽ മാത്രം നീർമാതളത്തെ കണ്ടു പരിചയിച്ച പുതുതലമുറയ്ക്ക് ഈ പൂക്കൾ ഒരു പുതിയ അറിവാണ്. നീർമാതള പൂക്കളുടെ കൊഴിയാത്ത ഗന്ധം പേരുന്ന ഇവിടെ എത്തി ഈ മനോഹര കാഴ്ച കാണാനും പടങ്ങൾ പകർത്താനും നിരവധി ആളുകളാണ് എത്തുന്നത്. പ്രകൃതിയും സാഹിത്യവും ഒന്നിക്കുന്ന ഇത്തരമൊരു കാഴ്ച വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വസന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രകൃതി ഒരുക്കിയ ഈ മനോഹര ദൃശ്യം കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.